മലയാള സിനിമയിലെ ഏറ്റവും മികച്ച വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം ഓടിയെത്തുന്ന പേര് അത് സായികുമാർ തന്നെയായിരിക്കും. വില്ലൻ വേഷങ്ങൾ അത്രയും നന്നായിട്ട് തന്നെയാണ് സായികുമാർ അഭിനയിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ മറ്റൊരു നടനില്ല എന്ന് പറയുന്നത് തന്നെയായിരിക്കും സത്യവും. നായക വേഷത്തിൽ നിന്നുമാണ് വില്ലൻ വേഷങ്ങളിലേക്ക് എത്തുന്നത്. സ്വഭാവ നടനായും ഹാസ്യ നടനായുമൊക്കെ തകർത്താടിയ സായികുമാറിന് മലയാള സിനിമയിൽ തൻ്റെതായ ഒരു സ്ഥാനം തന്നെയുണ്ട്. മലയാളത്തിലെ ഹാസ്യ താരമായ ബിന്ദു പണിക്കരാണ് സായികുമാറിന്റെ ഇപ്പോഴത്തെ ഭാര്യ. രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത്. ബിന്ദു പണിക്കർക്കും സായികുമാറിനും ആദ്യ ബന്ധത്തിൽ ഓരോ പെൺമക്കളുണ്ട്. സായികുമാറിന്റെ ആദ്യ വിവാഹത്തിലെ മകളുടെ പേര് വൈഷ്ണവി എന്നാണ്. 1986 പ്രസന്നകുമാരിയുമായിട്ടാണ് സായികുമാറിന്റെ ആദ്യ വിവാഹം നടക്കുന്നത്. 22 വർഷങ്ങൾക്ക് ശേഷം ഈ ബന്ധം വേർപിരിഞ്ഞപ്പോൾ മകൾ വൈഷ്ണവി അമ്മയോടൊപ്പമാണ് നിന്നത്. എന്നാൽ വിവാഹമോചിതയായ താരം ബിന്ദു പണിക്കരെ വിവാഹം കഴിച്ചപ്പോൾ ബിന്ദു പണിക്കരുടെ മകൾ സായികുമാറിന്റെയും ബിന്ദു പണിക്കരുടെയും കൂടെ ഉണ്ടായിരുന്നു. അരുന്ധതി എന്നാണ് ഈ മകളുടെ പേര്. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ തന്നെ വിഷമിപ്പിച്ച ഏറ്റവും വലിയ ഒരു അനുഭവം പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സായികുമാർ. മകൾ വൈഷ്ണവിയുടെ വിവാഹത്തിന് പങ്കെടുക്കാനാകാത്തതിനെ കുറിച്ചുണ്ടായ വിവാദങ്ങൾക്കാണ് സായികുമാർ മറുപടി പറഞ്ഞിരിക്കുന്നത്. താൻ അതുവരെ അധ്വാനിച്ചതെല്ലാം ആദ്യ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടിയാണ് എന്നാണ് സായികുമാർ പറയുന്നത്. മോളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് അച്ഛൻ്റെ കടമയാണ്. താൻ തനിക്കുള്ളതെല്ലാം മകൾക്ക് വേണ്ടി നൽകിയിരുന്നു. പക്ഷേ പിന്നീട് മകളും തന്നെ കുറ്റപ്പെടുത്തി തുടങ്ങുകയായിരുന്നു. ഇതോടെ ഒരുപാട് വിഷമമായെങ്കിലും മകളെ തിരുത്താൻ വേണ്ടി ഞാൻ പോയിരുന്നില്ല. മാത്രമല്ല മകളുടെ വിവാഹാലോചനയോ നിശ്ചയമോ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല എന്ന് സായികുമാർ വളരെ വിഷമത്തോടെയാണ് പറയുന്നത്. ഒരിക്കൽ താൻ ഇല്ലാത്ത സമയമാണ് മകൾ താൻ താമസിക്കുന്ന വീട്ടിലേക്ക് ക്ഷണക്കത്തുമായി വന്നതെന്ന് സായികുമാർ പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് തന്നെ കാണാത്തതിനെ തുടർന്ന് മകൾ വാട്സപ്പിൽ ക്ഷണക്കത്ത് അയക്കുകയായിരുന്നു. എന്നാൽ അതിഥികളിൽ ഒരാളായി മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കണ്ട എന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് താൻ മകളുടെ വിവാഹത്തിന് പോകാതിരുന്നതെന്നും സായികുമാർ പറയുന്നുണ്ട്. എന്തായാലും ജീവിതത്തിലെ ഈ ഒരു അനുഭവം സായികുമാറിന് വലിയൊരു വേദന തന്നെയായിരുന്നു. ജീവിതത്തിൽ താൻ ആദ്യം സമ്പാദിച്ചതെല്ലാം ആദ്യ ഭാര്യയിലുണ്ടായ മകൾക്കാണ് നൽകിയത്. എന്നിട്ടും ആ മകളുടെ വിവാഹത്തിന് ഒരു വിരുന്നുകാരനെ പോലെ പോകേണ്ടി വരും എന്നുള്ള വേദന സായികുമാറിനെ ഇന്നും അലട്ടുന്നുണ്ട്. സിദ്ദിഖ് കുമാർ ആദ്യമായി സംവിധാനം ചെയ്ത റാംജി റാവു എന്ന ചിത്രത്തിലൂടെയാണ് സായികുമാർ വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. നാടകത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ ലോകത്തേക്ക് എത്തുന്നത്. റാംജി റാവുവിൽ മോഹൻലാലിനായി കരുതിവെച്ച വേഷമാണ് സായികുമാറിലേക്ക് എത്തിച്ചേർന്നത്. തുടർന്ന് ഹാസ്യതാരമായി, ഹാസ്യതാരത്തിൽ നിന്ന് സ്വഭാവ നടനായും പിന്നീട് വില്ലനായും മാറുകയായിരുന്നു സായികുമാർ.